വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ റിവ്യൂ ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് മൈക്കിൾ ഡബ്ല്യു ഐസൻകും മാർക്ക് ഡിയുമാണ്. 7th എഡിഷനാണ്. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സൈക്കോളജി പ്രസ്സാണ്. 2015 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1008 പേജസ് ആണ് ഇതിൽ വരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് കോർ തിയറീസ് ആൻഡ് റിസർച്ച് ആണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന മെയിൻ ഐഡിയാസ് അതുപോലെ തന്നെ ഡിസ്കവറീസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള തിയറീസും ന്യൂ റിസർച്ചും കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നേ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേതാണ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പെർസെപ്ഷൻ, മെമ്മറി, അറ്റൻഷൻ, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേതാണ് ഡീപ്പ് ഡൈവ് ഇൻ ടു മെമ്മറി ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പല മോഡൽസിലൂടെ തിയറീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നാലാമത്തേതാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. അഞ്ചാമത്തേതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തിയറീസിൻ്റെ ബേസിസിൽ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുകയും റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെയാണ് തിയറി അപ്ലൈ ചെയ്യേണ്ടത് എന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആറാമത്തേതാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയാണ് ബ്രെയിൻ സ്കാൻ ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കോഗ്നിറ്റീവ് സൈക്കോളജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതും പറയുന്നുണ്ട്. ഏഴാമത്തേതാണ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ടൂൾസ് എന്ന് പറയുന്നത്. ഓരോ ചാപ്റ്ററിലും സമ്മറീസ് ഉണ്ട്, കീ ടേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫർദർ റീഡിങ്ങിനായിട്ടുള്ള സജഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഡയഗ്രാംസും ഇലിസ്ട്രേഷൻസും ഈ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബുക്കിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നോക്കിയാലോ. ആദ്യത്തേതാണ് ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ് കൂടുതലായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈൻഡ് സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിസർച്ച് അപ്രോച്ചസും അതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള കീ ടോപ്പിക്സും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററാണ് പെർസെപ്ഷൻ. എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സെൻസറി ഇൻഫർമേഷൻ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഒരു മീനിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റുന്നത് എന്നുള്ളത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി പെർസെപ്ഷൻ തിയറീസിൻ്റെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ചാപ്റ്ററാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് അറ്റൻഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റൻഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് അറ്റൻഷൻ്റെ പല വിധത്തിലുള്ള മോഡൽസും പറയുന്നുണ്ട്. നാലാമത്തേതാണ് മെമ്മറി സിസ്റ്റംസ്. എങ്ങനെയാണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി വർക്ക് ചെയ്യുന്നത്, അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, ബാഡ്ലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി ഇതിൻ്റെയൊക്കെ ബേസിസിൽ മെമ്മറി സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അവരുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് നടക്കുന്നത്, ഹ്യൂറിസ്റ്റിക്സ്, അൽഗോരിതം ഇതിൻ്റെയൊക്കെ ബേസിസിൽ ഉള്ള കാര്യങ്ങളാണ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ പറയുന്നത്. അടുത്തതാണ് ഇമോഷൻ ആൻഡ് കോഗ്നിഷൻ. എങ്ങനെയാണ് കോഗ്നിറ്റീവ് പ്രോസസ്സിന് ഇമോഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അമിഗ്ഡാലയുടെ ഇമോഷണൽ മെമ്മറിക്കുള്ള റോൾ എന്താണ് എന്നുള്ളതും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈനൽ വണ്ണാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ന്യൂറോ സയൻസ് കോഗ്നിറ്റീവ് സൈക്കോളജിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാമാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ പറയുന്നത്. ഇനിയൊരു ബുക്കിൻ്റെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേതാണ് ക്ലിയർ എക്സ്പ്ലനേഷൻ.
കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവാനായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പുതിയ ബിഗ്നേഴ്സിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തേതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ന്യൂ റിസർച്ച്. അപ് ടു ഡേറ്റ് ആയിട്ട് റിസർച്ച് ടോപ്പിക്സ് ഇതിന് ഇൻക്ലൂഡഡ് ആണ്. അക്കാഡമിക് എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനെ കോഗ്നിറ്റീവ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിയോണ്ട് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്. സോ ഇത്രയുമാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. സോ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ബുക്ക് റിവ്യൂസ് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക.